പ്രശസ്ത ഗായകൻ വി സാംബശിവന്റെ ജന്മദിന അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണം സംഘടിപ്പിച്ചത് കൊല്ലം പോരുവഴി പഞ്ചായത്ത് നേതൃസമിതിയുടെ നേതൃത്വത്തിൽ. നേതൃസമിതി കൺവീനറും എഴുത്തുകാരനുമായ മധു സാന്ദീപനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ മട്ടന്നൂരിൽ PRNS കോളേജ് പ്രിൻസിപ്പാളിനു നേരെ KSU നേതാക്കളുടെ ഭീഷണി. ഇത് തിരുവനന്തപുരമല്ലെന്നും മട്ടന്നൂരാണെന്നുമാണ് ഭീഷണി. ഭീഷണിക്ക് കാരണം SFIയുടെ വിദ്യാഭ്യാസ ബന്ദിന് പ്രിൻസിപ്പാൾ അനുമതി നൽകിയത്. തിരുവനന്തപുരം പാറശാലയിൽ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 13 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് പിടികൂടിയത് കൊച്ചുവേളിയിൽ നിന്നും നാഗർകോവിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നതോടെ കഞ്ചാവ് മാഫിയകൾ സജീവമായിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന. കോഴിക്കോട് മുക്കത്ത് KSRTC ബസിന്റെ ടയറിന് തീ പിടിച്ചു. പുക ഉയരുന്നത് കണ്ട് ബസ് നിർത്തിയതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തടവുകാരായവരെ മോചിപ്പിക്കുവാനുള്ള ചർച്ച പുനരാരംഭിക്കുന്നു. വെടിനിർത്തിയാൽ ഗാസയിലുള്ള 120 ബന്ദികളെയും മോചിപ്പിക്കുമെന്ന് ഹമാസ്.